ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ അറസ്റ്റിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. തുടർ നീക്കങ്ങൾ തീരുമാനിക്കാൻ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. എല്ലാ അന്വേഷണ സംഘങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ വിലയിരുത്തും. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണല്ലോ. ഇതിൽ പത്മകുമാർ തന്നെയാണ് സ്വർണം പുറത്തു കൊണ്ടുപോയി നേരെയാക്കണം, സ്വർണ്ണപ്പാളി കൊണ്ടുപോകണമെന്ന് എഴുതി കൊടുത്തത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ SITയുടെ ഇന്നത്തെ യോഗം പ്രധാനമാണ്. എന്താണ് ആലോചന, ഹരി? സ്മൃതി, ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഈ വൻതോക്കുകളിലേക്ക് കൂടി അന്വേഷണം പോകണം, ഇവിടെ അവസാനിപ്പിക്കരുത്, അതിനപ്പുറത്തേക്ക് ഉന്നതർ ഉണ്ട് എന്നുള്ളത് തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ ആറാഴ്ച കൂടി അന്വേഷണത്തിന് സമയപരിധി നീട്ടിയിരിക്കുന്നത്. ആ 6 ആഴ്ച കൊണ്ട് അന്വേഷണം അതിന്റെ കൂടുതൽ ദിശകളിലേക്ക് കൊണ്ടുപോകാനാണ് SIT ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള A. പത്മകുമാറിന്റെ മൊഴിയടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം വേണ്ടിവരും. കാരണം പത്മകുമാർ ഇതിന്റെ വിരൽ ചൂണ്ടുന്നത് ദേവസ്വം വകുപ്പിലേക്കാണ്. തന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ തന്റെ വീഴ്ചയോ അല്ലെങ്കിൽ താൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടല്ല ഇതൊന്നും സംഭവിച്ചത്, മറിച്ച് ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള ഒരു അപേക്ഷയാണ് എല്ലാറ്റിന്റെയും തുടക്കം എന്നുള്ളതായിരുന്നു പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെ SIT കണ്ടെടുത്തിട്ടില്ലായിരുന്നു. മാത്രമല്ല ഇതിന്റെ ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതിലൊക്കെ തന്നെ അന്വേഷണം ഇനിയും നടക്കേണ്ടതുണ്ട്. ഇതര സംസ്ഥാനത്തുള്ള മറ്റ് ചില ആളുകൾ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടെന്നുള്ള വിവരം തുടക്കം മുതൽക്ക് തന്നെയുണ്ട്. പക്ഷേ അവരെയൊന്നും കണ്ടെത്താനോ അല്ലെങ്കിൽ അവരെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കാനോ ഒന്നും തന്നെ SITക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പ്ലാൻ തയ്യാറാക്കണം. ആ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്ത് വെച്ച് യോഗം ചേരുന്നത്. എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.